بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വചനം ഒഴിഞ്ഞ ആരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യം എന്നോടും അതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. ലോകത്ത് ഒരു പ്രവാചകനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ചിന്താധാരകൾ വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്ന മനുഷ്യവിഭാഗം, അതിൽ ബഹുഭൂരിഭാഗം എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനികൾ, അത്രയില്ലെങ്കിലും അതിൽ താഴെയുള്ള ജൂതന്മാർ, പിന്നീടുള്ള മുസ്ലിങ്ങൾ, ഈ മൂന്ന് വിഭാഗവും ഒരു പ്രത്യേക പ്രവാചകനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം കാലാകാലങ്ങളിലായി ഓരോ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത് അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സ്വഹീഹായ ഹദീസിലൂടെയും ആരാണ് ഈസാ നബി, ആരാണ് ഈസ ബിൻ മറിയം, ആരാണ് മറിയം ബീവി, ഇത് വ്യക്തമായി തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ജനവിഭാഗങ്ങൾ, മറ്റ് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഈ പ്രവാചകനെയും അവരുടെ ഉമ്മയെയും കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്നവരാണ്. അത് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ളത് ഒരു അത്ഭുത ജനനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ട് പുത്രന്മാർ, ഒന്ന് ഇസ്മായിൽ, അതുപോലെ തന്നെ ഇസ്ഹാക്ക്. ഈ ഇസ്ഹാക്കിൻ്റെ മകനായിട്ടുള്ള യാക്കൂബ് അലൈഹിസ്സലാം, ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നുള്ളത്. ഈ യാക്കൂബ് നബിക്ക് 12 മക്കൾ. ആ 12 മക്കളിൽപ്പെട്ട ഒരാളാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ 12 വിഭാഗങ്ങളിലെ ഗോത്രങ്ങളായി പോയിട്ടുള്ളതാണ് ബനു ഇസ്രായേൽ ഗോത്രം. ഈ ബനു ഇസ്രായേൽ ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അവരിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് അവരിലേക്ക് വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട്, പ്രത്യേകിച്ച്
ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ടുള്ള ബനു ഇസ്രായേൽ സമൂഹവും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തിനു വേണ്ടിയാണ്? അതുപോലെ നിങ്ങൾ ആകരുത്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ആ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ചിന്താധാരകൾ അവരിൽ ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പോലെ ആകരുത് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഭാര്യയായ ഹവ്വ അലൈഹിസ്സലാം ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്നൊരു പ്രത്യേക വൃക്ഷം കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ മരത്തിലേക്ക് അടുത്തുകൊള്ളരുത് എന്നുള്ളതാണ്. തീർച്ചയായും ആ മരത്തിലേക്ക് അടുത്തുകൊള്ളരുത്, അതിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഫവസ്വസ അലൈഹി അശൈത്വാൻ, അവരിലേക്ക് ശൈത്വാൻ പിശാച് അവർക്ക് ദുർബോധനം ഉണ്ടാക്കി കൊടുത്തു. ആ ദുർബോധനത്തിൻ്റെ നിമിത്തമായിട്ട് അവിടെ പഴം ഭക്ഷിക്കുകയും പിന്നീട് അവർ ഈ ഭൂലോകത്തേക്ക് വരികയും ഈ ഭൂലോകത്തേക്ക് വന്ന ആദം നബി അലൈഹിസ്സലാം ആ ആദം നബിയോടും പത്നിയോടും പറഞ്ഞിട്ടുള്ള കാര്യം, എന്നിൽ നിന്ന് ഹിദായത്ത് ഹുദ വന്നെത്തും, ആരാണോ ആ ഹിദായത്ത് മാർഗദർശനം പിൻപറ്റിയിട്ടുള്ള ആൾക്കാർ അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ആ ആദം നബി അലൈഹിസ്സലാം കഴിച്ച ആദ്യത്തെ ആ പഴം കഴിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വലിയ പാപമായിട്ടാണ് ചില പ്രത്യേക വിഭാഗമായിട്ടുള്ള നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം അവർ പറയുന്നത്? അതിന് വികലമായ ചില പരിഹാരങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു പ്രത്യേക ദൈവവിശ്വാസത്തിലേക്കാണ് അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമായ ചെറിയ കുട്ടിയോട് വളരെ കൃത്യമായി തന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് അല്ലാഹ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ അവർ പറയും, ആ കുട്ടി അതിലുള്ള സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞു കൊടുക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാ കുട്ടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവന് സന്താനമില്ല, അവൻ ജനിച്ചവനല്ല, ജനിപ്പിക്കപ്പെട്ടവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് കുഫുവത്ത് മറ്റൊരാളുമില്ല എന്ന് വ്യക്തമായി തന്നെ ആ കുട്ടി പറയും. എന്നാൽ ഇവരോട് ചോദിക്കുകയാണ്, ആ കുട്ടി തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതിലാരാണ് ദൈവം എന്നുള്ള ചോദ്യം അവർക്ക് കൊടുക്കുന്ന ചോദ്യമാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ കുരിശ് ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം എന്ന് അവർ പറയപ്പെടുന്ന യേശുക്രിസ്തു ഈ ലോകത്തേക്ക് വന്ന് കുരിശിൽ മരിച്ച് ആദ്യം ചെയ്തിട്ടുള്ള പാപം ഏറ്റെടുക്കാൻ മനുഷ്യ സ്ത്രീയിലൂടെ വന്ന് ഇവിടെ ആ ക്രൂശീകരിക്കപ്പെട്ട ആ യേശുക്രിസ്തുവിൻ്റെ ആ കുരിശ് മരണത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ ചെയ്തിട്ടുള്ള ആദ്യ പാപത്തിൻ്റെ കണിക പേറിക്കൊണ്ടാണ് ലോകത്തേക്ക് എല്ലാ കുട്ടികളും പിറന്നു വീഴുന്നത്. അതിനുള്ള പരിഹാരം ഈ ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൽ വിശ്വസിക്കലാണ് എന്ന ഒരു വികലമായ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുന്നതും ഈ പ്രവാചകൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യത്തിന് നേരെ വിപരീതമാണ് എന്ന് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ വിഭാഗം ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് യാ ബനി ഇസ്രായേൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ബനി ഇസ്രായേൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയും എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും നിറവേറ്റാം. എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് അവരുടെ പ്രത്യേക ഒരു സ്വഭാവം പറഞ്ഞു. അവരെ എല്ലാ കാര്യവും മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഉപദേശികളാണ്.
പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പകർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതുപോലെ മുസ്ലിങ്ങളെ നിങ്ങൾ ആകരുത് എന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ബനു ഇസ്രായീലിനെ ഉപദേശിക്കുമ്പോൾ പ്രത്യേകമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതഅമുറൂനൻ നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, വതൻസൗന അൻഫുസകും, നിങ്ങളുടെ സ്വശരീരത്തെ മറന്നുകൊണ്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപദേശകന്റെ റോള് മാത്രം വഹിക്കുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്ന, വേദഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ള തോറയുടെ ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുള്ള മഹാൻ ആൾക്കാരാണല്ലോ. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് വേദം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തവിടെ പറയുകയാണ്. അവരുടെ സ്വഭാവം, അവർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവര് നേരിട്ട് കാണുകയാണ് ഒരു കാര്യം. എന്താ? അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഫിർഔൻ, അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിർഔൻ, ആ ഫിർഔന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. ആ ഫിർഔനിന്റെ കിങ്കരന്മാരുടെ കരാളഹസ്തത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമും അവിടെ പ്രബോധനവുമായി വന്നപ്പോൾ ആ പ്രബോധനത്തിന്റെ പര്യവസാനമായിട്ട് അവിടെയുള്ള ബനു ഇസ്രായേൽ സമൂഹത്തെ രക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പോകുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ രക്ഷിച്ചു കൊണ്ടുപോയപ്പോൾ അവിടെ എന്താണ് നടമാടിയിട്ടുള്ളത്? وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ, അവിടെയുള്ള ബനു ഇസ്രായേൽ സമൂഹത്തിൽ അവിടെയുള്ള ഫറോവയും അവിടെ കിങ്കരന്മാരും വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? യസൂമൂനക്കും സൂഅൽ അദാബ്, വളരെ വേദനാജനകമായ ശിക്ഷയാണ് അവർ നടപ്പാക്കിയിട്ടുള്ളത്. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹിയൂന നിസാഅക്കും, അവരിലുള്ള ആൺകുട്ടികളെയെല്ലാം അറുകൊല നടത്തി. വയസ്തഹിയൂന നിസാഅക്കും, അവിടെയുള്ള സ്ത്രീകളെയെല്ലാം അവിടെ ജീവിക്കാൻ അനുവദിച്ചു. ആ ആൺകുട്ടികളെല്ലാം അറുകൊല നടത്തുകയും സ്ത്രീകളെയെല്ലാം ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ഒരു നിഷ്ഠൂരമായിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നു. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ ഫിർഔനിന്റെ പടയാളികൾ നിങ്ങളെ പിന്തുടർന്നു വന്നപ്പോൾ ആ ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മുമ്പിലൊരു കടലും പിന്നിലൊരു ഫിർഔനിന്റെ സൈന്യവും വരുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ട് ആ കടലിലേക്ക് അടിക്കുകയും അത് രണ്ട് വലിയ മലകൾ പോലെ മാറി നിൽക്കുകയും നല്ല ഒരു വഴി, ഉണങ്ങിയ ഒരു വഴി അവിടെ സംജാതമാകുകയും ചെയ്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്തുടർന്നു വന്നിട്ടുള്ള ഫിർഔനും അവന്റെ കൂട്ടാളികളും മുങ്ങി നശിക്കുകയും ചെയ്യുന്ന കാഴ്ച അവർ നേരിട്ട് നമ്മൾ ഖുർആനിലൂടെ വായിച്ചറിയുകയാണ്. പക്ഷേ ആ സമൂഹം നേരിട്ട് അവർ കാണുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം. എന്നിട്ടും പിന്നീട് ആ താഴ്വരയിലേക്ക് പോയപ്പോൾ മന്നും സൽവയും എന്ന വലിയൊരു അനുഗ്രഹം അവർക്ക് നൽകുകയുണ്ടായി. ആ താഴ്വരയിൽ ഒരു ഷെഡില്ലാത്ത, ഒരു വീടില്ലാത്ത ആ താഴ്വരയിൽ സൂര്യാഘാതത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങൾ കൊണ്ട് തണൽ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ അനുഗ്രഹം ചെയ്തു. അതുപോലെ തന്നെ മന്നും സൽവയും അവർക്ക് ഇറക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണമായിട്ട് തേൻകട്ടിയും അതുപോലെ തന്നെ കാടപ്പക്ഷിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക അനുഗ്രഹമായിട്ട് അവർക്ക് നൽകി. ഇതൊക്കെ അവർക്ക് നൽകിയ അനുഗ്രഹമാണ്. എന്നിട്ടും അവരുടെ ചോദ്യം എന്താ? അവർ മൂസയോട് പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ പ്രത്യേകമായി പറയുകയാണ്, ഇത് കുൽത്തും, ഇതൊക്കെ ചെയ്തു കൊടുത്തു, ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, ഇത് കുൽത്തും യാ മൂസ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, ഓ ഈ കാടപ്പക്ഷിയും അതുപോലെ തന്നെ ഈ മന്നും സൽവയും കൊണ്ട് നമ്മൾക്ക് ഇതൊരു ഭക്ഷണമാണല്ലോ, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ നീ നിന്റെ റബ്ബിനോട് പറയൂ
എന്നാണ് പിന്നീട് ചോദിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് കാര്യമാണ് ആലോചിക്കുന്നത്? അവർ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ മുളച്ചുണ്ടാകുന്ന ചീര, വെള്ളരി, ഗോതമ്പ്, പയർ, ഉള്ളി ഇതൊക്കെ മുളപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായി പറയൂ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അതിനേക്കാളും നല്ല ഒരു ഭക്ഷണമാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കനിഞ്ഞരുളിയത്, എന്നിട്ട് വീണ്ടും ഇതിനോട് എതിർത്ത് നിങ്ങൾ സംസാരിക്കുകയാണോ എന്ന രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇത്രയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി എണ്ണി പറഞ്ഞിട്ടും വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടായിട്ടും വീണ്ടും അള്ളാഹു കനിഞ്ഞരുളിയ, വീണ്ടും അനുഗ്രഹങ്ങൾ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ ആ സമൂഹത്തെ പോലെ നന്ദി കെട്ട ഒരു സമൂഹം നിങ്ങളാകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിലൂടെ ബനു ഇസ്രായേലിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനാവരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാകട്ടെ, ബദർ യുദ്ധം അരങ്ങേറാൻ പോകുന്ന സമയത്ത് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാരാണ് ആ ബദറിലേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതെന്താണ്? അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിന്നെ മാത്രം വിളിച്ചു തേടുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഇനി ഇവിടെ ഉണ്ടാകുകയില്ല നാഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സമയത്ത് ബദറിലേക്ക് വന്നിട്ടുള്ള മുഹാജിരിങ്ങൾ പറഞ്ഞു, പ്രവാചകരെ, എല്ലാവിധ പിന്തുണയും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനേക്കാളും ഉപരിയായി അൻസ്വാരികൾ എന്ത് കാര്യമാണ് പറയുന്നത് എന്നാണ് പ്രവാചകൻ അറിയേണ്ടത്. അൻസ്വാരികൾ ചോദിച്ചു, പ്രവാചകരെ, നമ്മുടെ ഉത്തരമാണോ അങ്ങ് കാത്തിരിക്കുന്നത്? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, മൂസാ നബിയുടെ കൗമ പറഞ്ഞതുപോലെയുള്ള ആ ധിക്കാരപരമായ ഒരു കാര്യം ഞങ്ങളിൽ നിന്നുണ്ടാകുകയില്ല പ്രവാചകരെ. എന്താണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ആ ബനു ഇസ്രായേൽ സമൂഹം പറഞ്ഞിട്ടുള്ളത്? മൂസാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു വാ, ഞങ്ങൾ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ, താങ്കൾ എവിടേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെങ്കിലും പിന്നാലെ ഞങ്ങളുണ്ട് എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞ് സമാശ്വാസപരമായ വാക്കുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ള സ്വഹാബത്തുൽ കിറാമിൽ നിന്ന് അവിടെ കേൾക്കാൻ കഴിഞ്ഞത്. ഇതാണ് ബനു ഇസ്രായേൽ. എല്ലാവിധ കാര്യങ്ങൾ ചെയ്തിട്ടും ധിക്കാരപരമായ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹമായിരുന്നു അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ സമൂഹത്തിലേക്ക് വന്ന മൂസാ നബി അലൈഹി സ്വലാം, ആ മൂസാ നബിയുടെ അനുയായികളായി വന്നിട്ടുള്ള ഈ ജൂതന്മാർ അവരെന്താണ്? ഈ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന കാര്യം സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി പ്രത്യേകമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 19-ാം അധ്യായമായ സൂറത്ത് മറിയമിലെ താളുകളിലൂടെ നമ്മൾക്ക് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ ഓരോ പ്രവാചകന്മാരെയും ആദ്യമായി വ്യത്യസ്ത പ്രവാചകന്മാരുടെ ചരിത്രം അതിൽ അനാവരണം ചെയ്യുന്നതായി കാണാം. നിങ്ങൾ അതിന്റെ തഫ്സീറൊക്കെ വീട്ടിൽ പോയി എടുത്തു നോക്കണമെന്നാണ് പറയാനുള്ളത്. അവിടെ ആദ്യമായി സക്കരിയ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി തന്റെ പിൻഗാമിയായി ഒരാളെ ആഗ്രഹിച്ചുകൊണ്ട് ആ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങളില്ലാത്ത പരീക്ഷിക്കപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ സക്കരിയ നബി അലൈഹിസ്സലാമിൽ വ്യക്തമായ മാതൃകയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞതെന്താണ്? റബ്ബി ഇന്നി വഹനൽ ആളുമു മിന്നി വസ്തഅല അർറഅസു ശൈബാ വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞു, എൻ്റെ തലയെല്ലാം നരച്ചു പോയിരിക്കുന്നു, എൻ്റെ ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. അതുകൊണ്ട് വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറൻ ഫഹബ്ലി മിൻ ലദുൻക വലിയാ. ഞാൻ അങ്ങേയറ്റം വയോവൃദ്ധനായി കഴിഞ്ഞു, എൻ്റെ ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഒരു സന്താനം കനിഞ്ഞരുളുക എന്ന അനുഗ്രഹം ഞാനിതാ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആ പ്രവാചകൻ പറയുകയാണ്. യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജ്അൽഹു റബ്ബി റളിയ. അവന് എനിക്കും
എനിക്ക് അനന്തരാവകാശിയാകണം, അതുപോലെ തന്നെ യാക്കോബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയാകണം. എൻ്റെ രക്ഷിതാവേ, അവനെ നീ ഏവർക്കും തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഒരുപാട് കാലം പ്രാർത്ഥിച്ചു, കുട്ടികളില്ല. അങ്ങനെ കുട്ടികളില്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്ക് പിന്നീട് ഒരാൾ വന്ന് മന്ത്രിച്ചു കൊടുക്കുകയാണ്, ഇന്ന ജാറത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് കുട്ടിയുണ്ടായിട്ടുണ്ട്, ഇന്ന ആൾക്ക് ഇന്നതായിട്ടുണ്ട്, ഇന്ന നേർച്ച ഇന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നുള്ള പരീക്ഷണത്തിൽ വീഴുന്ന ചില ആൾക്കാർ, ചില ഹതഭാഗ്യന്മാർ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർക്ക് പെൺകുട്ടികളെ മാത്രം നൽകും, ചില ആൾക്കാർക്ക് ആൺകുട്ടികളെ മാത്രം നൽകും, ചില ആൾക്കാർക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇടകലർന്ന് അള്ളാഹു നൽകും. ചില ആൾക്കാർക്ക് കുട്ടികളെ ഉണ്ടാവരുത് എന്ന പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണമാണ് ഈ ലോകത്ത്. കാരണം 10-60 വർഷമാണ് ഇവിടെ ജീവിക്കുക. ആ 10-60 വർഷം ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 60 വർഷവും അവൻ ജീവിക്കുന്നുണ്ടോ? 60 വർഷവും അവൻ ജീവിക്കുന്നില്ല. അതിൻ്റെ നേരെ പകുതി ഉറങ്ങിക്കഴിക്കുകയാണ് അവൻ ചെയ്യുന്നത്. പിന്നീട് ആ 30 വർഷം 60 വർഷം ജീവിക്കുന്ന ആള് 30 വർഷത്തോളം അവൻ ഉറങ്ങിക്കഴിക്കുകയാണ്. ബാക്കിയുള്ള 30 വർഷം അവൻ ജീവിക്കുന്നുണ്ടോ? ഇല്ല. ഒരുപാട് രോഗങ്ങൾ, പരിവട്ടങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുന്നത്. നല്ല നിലയിൽ ജീവിച്ചു എന്ന് പറയാൻ വളരെ ചുരുങ്ങിയ കാലഘട്ടമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്തും പരീക്ഷണമായി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കുട്ടികളില്ലാതെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം അവൻ മുന്നോട്ട് പോകേണ്ടത്. ഈ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മറിയം ബീവിയുടെ അതുപോലെ തന്നെ ഈസാ നബിയുടെയും ചരിത്രം പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ സർഖിയാ. മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ബീവി, ഇമ്രാന്റെ ഭാര്യ, അവർ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ അവർ നേർച്ച നേരുകയാണ്, ഞാൻ ഈ പ്രസവിച്ചാൽ ഈ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അതിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാം എന്ന നേർച്ചയാണ് അവർ നേർന്നിട്ടുള്ളത്. അങ്ങനെ നേർച്ച നേർന്ന സമയത്ത് പിന്നീട് പ്രസവിക്കുമ്പോൾ അവർ പെണ്ണായി, ഇതൊരു പെണ്ണാണല്ലോ എന്ന നിലയിൽ അവർ പറയുന്ന കാര്യമൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നിട്ടും അവരെ ആ പരിപാലനത്തിന് വേണ്ടി തന്നെ അവർ വിട്ടുകൊടുക്കുകയാണ്. അവരുടെ സംരക്ഷണ ചുമതല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ സക്കരിയ നബി, അവരുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള സക്കരിയ നബി അലൈഹിസ്സലാമിനാണ് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സക്കരിയ നബി അലൈഹിസ്സലാം ആ പള്ളിയുടെ മിഹ്റാബിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ, അവിടെ ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ മറിയം ബീവി ഭക്ഷിക്കുന്നതായി കണ്ടു. അന്ന അലക്കി ഹാദ, അല്ലയോ മറിയം ഇതെവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മറിയം ബീവി മറുപടി കൊടുക്കുകയാണ്, ഹുവ മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രത്യേകമായി നൽകിയതാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാതെ, കണക്കില്ലാതെ ഭക്ഷണം നൽകുന്നവനാണ് എന്ന് അല്ലാഹു ഹിസാബില്ലാതെ, കണക്ക് നോക്കാതെ ഭക്ഷണം നൽകുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് മറിയം ബീവി അത് അവസാനിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പറയും, നിന്റെ ഭക്ഷണം ഞാൻ മുടക്കുമെന്നൊക്കെ കൈനീട്ടി സംസാരിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല. കഫീൽ ഇങ്ങനെ വിചാരിച്ചാൽ അങ്ങനെയാകുമല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മരിച്ച് ആ മരിക്കുന്നവരെയുള്ള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിലാണ് അതിൻ്റെ മഈശത്തിന്റെ കാര്യം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഞങ്ങൾ ഉണ്ടാകും. അതല്ല ഇവിടുന്ന് പോകാനാണ് അല്ലാഹുവിൻ്റെ രേഖയിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പോയിരിക്കും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം സഹോദരങ്ങളെ. ഇവിടെ മറിയം ബീവി ആ മിഹ്റാബിൽ നിന്ന് ഈ കാര്യം കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം, ഇത് വലിയൊരു ബീവിയാണല്ലോ, അതുകൊണ്ട് അവരോട് ചോദിക്കാം, മറ്റുള്ളവർ ചോദിക്കണം എന്ന നിലയിലല്ല വർത്തിച്ചത്. നേരെ മറിച്ച് അവിടുന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുട്ടിയുടെ കാര്യം പറയാൻ അവിടെ നിന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചതും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. മറിയം ബീവി അവരുടെ ഇബാദത്തുമായി വളരെ ദൂരത്ത് പോവുകയാണ്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. കിഴക്ക് ഭാഗത്തേക്ക് ഒരു ആരാധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ടാക്കി അവർ ജനങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ
ഫതമസ്സല ലഹാ ബശറൻ സവിയ. ആ സമയത്ത് ഒരു മനുഷ്യരൂപം പൂണ്ട് മലക്ക് അവിടെ വരികയാണ്. മറിയം ബീവിയുടെ അടുത്ത് വന്ന് ഖാലത്ത്, അവർ പറയുകയാണ്, അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ പറയുന്നു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, നീ മുത്തഖിയാണെങ്കിൽ എന്നിൽ നിന്ന് വിട്ടുപോകണമെന്ന് അവർ പറയുകയാണ്. ഖാല, അവർ പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബലകി ഗുലാമൻ സക്കിയ, നിനക്ക് നല്ല ഒരു കുട്ടിയെ നൽകുവാൻ വേണ്ടി ഞാൻ നിന്നിലേക്ക് വന്നതാണ് എന്നവർ പറഞ്ഞു. ഖാലത്ത്, അവർ പറയുകയാണ്, അന്നാ യകൂനു ലീ ഗുലാമുൻ, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, ഞാൻ വിവാഹിതയല്ല, അതുപോലെ തന്നെ ഞാനൊരു മോശപ്പെട്ട സ്ത്രീയുമല്ലല്ലോ. അങ്ങനെയാണിന്ന്. ഇന്ന് വിവാഹം കഴിയേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കള് അവരുടെ കൽബിന്റെ ഉള്ളിൽ ചില ആൾക്കാരെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്, ചില കളിക്കാരെ കുറിച്ച്. എന്താണ് അവരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം ഒരുപാട് കുട്ടികളുമായി അവർ വരികയാണ്. 2 കുട്ടി, ആരതാണ് കുട്ടി? ഇതെന്റെ കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ല. കല്യാണം കഴിയുന്നതിന് മുമ്പേ 2-3 കുട്ടികളായി വരുന്ന ആൾക്കാരെയാണ് ചില സഹോദരങ്ങൾ അവരെ എന്തോ ഒരു കാര്യമായിട്ട് പ്രതിഷ്ഠിച്ചു വെക്കുന്ന ഒരവസ്ഥ. ഇവിടെ മറിയം ബീവി ചോദിക്കുകയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഒരു പുരുഷന് സ്പർശിച്ചിട്ടില്ല, ഞാൻ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയുമല്ല, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാവുക? ഖാല കദാലിക് ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ വലിനജ്അലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ലിയാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖലാ ആക്കി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവർ ഗർഭിണിയാകുന്ന അവസ്ഥ, ഫഹമലതഹു ഫതംബദത് ബിഹി മകാനൻ ഖസിയ, അങ്ങനെ അവർ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവർ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. പ്രസവ വേദന അവർക്ക് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. പ്രസവത്തിന് വേദനയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പേറ്റുനോവ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് പേറ്റുനോവില്ല, പേറ്റിന് ശേഷമുള്ള നോവാണ് ഇന്ന് പല സഹോദരിമാർക്കുമുള്ളത്. മുമ്പ് പേറാണി, ഇന്ന് കീറാണി എന്നൊക്കെ പറയാറുണ്ടല്ലോ. പ്രസവ വേദന അനുഭവിക്കാത്ത ആൾക്കാർ ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന വേദന കൊണ്ട് അവർ പറഞ്ഞു പോവുകയാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് താഴ്ഭാഗത്ത് നിന്ന് പറയുകയാണ്. വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റുതബൻ ജനിയാ, നീ ആ കാണുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ, അതൊന്ന് ചെറുങ്ങനെ പിടിച്ചു കുലുക്കിയാൽ അവിടെ നല്ല ഈത്തപ്പന പുറത്തേക്ക് വരും. അവിടെയുള്ള അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുക. ഫകുലി വശ്റബി വഖർരി ഐനാ, അവിടെ ആ വെള്ളം കുടിക്കുകയും അതിൽ നിന്ന് ആ ഈത്തപ്പനം ഭക്ഷിക്കുകയും ചെയ്യുക. فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. നീ പറയണം, നീ ഏതെങ്കിലും മനുഷ്യനെ ഇനി കാണാൻ പോകുമല്ലോ, ആ സമയത്ത് അവർ അത്ഭുതപ്പെടും. അത്ഭുതമായ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കല്യാണം കഴിക്കാത്ത വളരെ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള മറിയമിത ഒരു കുട്ടിയുമായി വന്ന് എന്നവർ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അവരിൽ നിന്നുണ്ടാകാം. ആ സമയത്ത് നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്നൊരു നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരാളോടും സംസാരിക്കുകയില്ല എന്ന് ആംഗ്യം കാണിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു ഖാലൂ യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ. ആ കുട്ടിയുമായി അവർ ആ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഖാലു, അവർ പറഞ്ഞു, യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, വല്ലാത്തൊരു അത്ഭുതമാണല്ലോ മറിയമേ നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇം വമാ കാനത് ഉമ്മുകി ബഗിയാ.
അല്ല മറിയമേ, നിന്റെ പിതാവായ ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് മോശമായിട്ടുള്ള ഒരാളായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മയാകട്ടെ വളരെ മോശപ്പെട്ട സ്ത്രീയുമല്ല. അങ്ങനെയുള്ള മറിയമേ, നീ എങ്ങനെയാണ് ഒരു കുട്ടിയുമായി വന്നിട്ടുള്ളത്? ഫഅശാറത് ഇലൈഹി, മറിയം ബീവി ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. കാലു, അപ്പോൾ അവർ പറഞ്ഞു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യാ, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ, ആ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെയാണ് മറിയം സംസാരിക്കുക? അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം സ്വന്തം മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ചിട്ടുള്ള ആൾക്കാർക്ക് മറുപടി കൊടുത്ത് ലോകത്ത് ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു. എന്നാൽ ഞങ്ങളാണ് ഈസയുടെ ആള് എന്ന് പറയുന്ന ആൾക്കാർ, അവര് ഈസാ നബി ചെയ്തിട്ടുള്ള ഒന്നാമത്തെ അത്ഭുതമായിട്ട് അവർ പറയുന്ന, അവരുടെ ബൈബിളിൽ ഉദ്ധരിക്കുന്ന കാര്യം എന്താണ്? കാനായിലെ കല്യാണത്തിന് അവിടെ വന്നിട്ടുള്ള വിരുന്നുകാർക്ക്, അവിടെ വന്നിട്ടുള്ള അതിഥികൾക്ക് പച്ചവെള്ളം കള്ളാക്കി വീഞ്ഞാക്കി മാറ്റിക്കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? ആ ഉമ്മയുടെ ചാരിത്രത്തിൽ സംശയിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടുള്ള ആ അത്ഭുത കാര്യമാണ് മുസ്ലിങ്ങൾക്ക് അവരോട് പറയുവാനുള്ളത്. ഖാല ഇന്നി അബ്ദുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ, അവൻ എന്നെ നബിയാക്കിയിട്ടുമുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കാരവും സക്കാത്തും നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു. വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, എൻ്റെ മാതാവിനെ നന്മ ചെയ്യുവാനും എൻ്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു. അവൻ എന്നെ ഒരു ജബ്ബാറോ അതൊരു ശഖിയോ ആക്കിയിട്ടില്ല, ഒരു നിഷ്ഠൂരനോ ഭാഗ്യം കെട്ടവനോ ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ, ഞാൻ ഇവിടെ ജീവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇനി ലോകാവസാനം ഇവിടെ വന്ന് മരിക്കുമല്ലോ ആ സമയത്തും, അതുപോലെ തന്നെ വീണ്ടും പുനരുത്ഥാനം നടക്കുമ്പോൾ ആ സമയത്തും എനിക്ക് സലാമെന്ന് അവിടെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കുകയാണ്. ദാലിക ഈസാ ഇബ്നു മറിയം, ഇതാണ് മറിയമിന്റെ, നിങ്ങൾ മേരി എന്ന് പറയുന്ന മറിയം ബീവിയുടെ പുത്രനായിട്ടുള്ള ഈസയുടെ കാര്യം ഇതാണ്. ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ വിവരം ഇതാണ്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ വലദൻ സുബ്ഹാനഹു ഇദാ ഖള അംറൻ അൻ യഖൂല ലഹു അൻ യകൂന ലഹു കുൻ ഫയകൂൻ, അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആ കാര്യമുണ്ടാകുക തന്നെ ചെയ്യും. ഇതാണ് അല്ലാഹു ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹുവിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. സുബ്ഹാനക്, അവൻ എത്രയോ പരിശുദ്ധനാണ് ആ കാര്യത്തിൽ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ അവരുടെ നാവുകൾ കൊണ്ട് പറയുന്ന കാര്യം, അല്ലാഹുവിനൊരു സന്താനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം, ആകാശങ്ങൾ പൊട്ടിക്കീറുമാറ്, ഭൂമികൾ പിളരുമാറ്, പർവ്വതങ്ങൾ അസ്തമിക്കുമാറുള്ള വലിയൊരു കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനൊരു പുത്രനുണ്ട് എന്ന് പറയുന്ന കാര്യം. ആ പുത്രൻ ജനിച്ചിട്ടുള്ള ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷമാണ്. അള്ളാഹുവിന് ഒരു കുട്ടിയുണ്ടായി എന്ന് ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിന് മുസ്ലിം സംഘടനകളായ ചില വിവരമില്ലാത്ത വിവരദോഷികൾ അതിനെ ഓശാന പാടിക്കൊണ്ടിരിക്കുന്നു. അതിന് എല്ലാവിധ ഭാവുകങ്ങളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഓണാഘോഷമായാൽ ഓണസദ്യ, ഓണാശംസകൾ ഒക്കെ നൽകാൻ മുൻപന്തിയിൽ ആരാ? മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാർ. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചു കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണ്
ആ മുസ്ലിം സഹോദരങ്ങളുടെ ഹോട്ടലുകളിൽ കാണാതത്ര തിരക്കും കാര്യവുമാണ്. ഓണാശംസകൾ പ്രത്യേകമായി നൽകുന്നു. എന്താണ് ഓണവും അതുപോലെ തന്നെ മറ്റ് അമുസ്ലിങ്ങളുടെ ആഘോഷം അവർ ആഘോഷിച്ചു കൊള്ളട്ടെ, അതിലൊന്നും ആർക്കും പ്രയാസമില്ല. നേരെ മറിച്ച് ബൗദ്ധൈവാരാധനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആഘോഷങ്ങളിൽ അതിന് ആശംസ നേരുക എന്ന് പറഞ്ഞാൽ ഒരു മുവഹിദിന്, ഒരു മുജാഹിദിന്, ഒരു മുസ്ലിമിന് അത് പറ്റുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുകയാണ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം, ഇതാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിഷയം. ഈ വിഷയത്തിൽ മറിയം ബീവിക്ക് ഈ കുട്ടിയുണ്ടായ സമയത്ത് അവിടെ പിതാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊരു ജാരസന്തതിയാണ് എന്ന് ഇവിടെയുള്ള ജൂതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് അതൊരു പിതാവിൻ്റെ പുത്രനാണ്, ദൈവമാണ് എന്ന് ഇവിടെ ബഹുഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി തന്നെ പറയുകയാണ്, വഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പറയുന്നത്? എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. തീർച്ചയായും അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് ഈസയാണ്, മറിയമിന്റെ പുത്രനായ ഈസയാണ് എന്ന് പറഞ്ഞവർ അവിശ്വാസികളായിരിക്കുന്നു. വഖാലൽ മസീഹ്, എന്നാൽ മസീഹ് എന്താണ് പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്. വമഅ്വാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഈ ദുൽമ ചെയ്യുന്ന ളാലിമീങ്ങളായ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സഹായികളായി അവിടെ യേശുക്രിസ്തു ഉണ്ടാവുകയില്ല, ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാവുകയില്ല, ഒരു പ്രവാചകന്മാരും ഉണ്ടാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ഭിന്നിച്ചിട്ടുള്ള പല വിഭാഗവും മുസ്ലിം വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പല ഹദീസുകളുമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും. മുസ്ലിം വിഭാഗമല്ല, മുസ്ലിങ്ങളല്ല അവർ, എന്നാൽ നമ്മുടെ നാട്ടിലവരുണ്ട്. മീർസ ഗുലാം അഹ്മദ് ഖാദിയാനി, പഞ്ചാബിലുള്ള ഖാദിയാൻ എന്ന പ്രദേശത്ത് ജനിച്ചിട്ടുള്ള മീർസ ഗുലാം, അദ്ദേഹം പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പിന്തലമുറക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണവർ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുകയാണ്, ആ പിലാത്തോസിന്റെ പടയാളികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ഈസാ നബിയെ ക്രൂശീകരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത്, കുരിശിൽ തറക്കുന്ന അവസ്ഥ. അവിടെ ഈസാ നബി അലൈഹി സ്വലാമിനെ അവർ ക്രൂശിച്ചിട്ടില്ല, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, ഉറപ്പായിട്ടും അദ്ദേഹത്തെ കൊന്നിട്ടേയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് ജീവനോടുകൂടി അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാളെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി പ്രത്യേകമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറങ്ങി വരലുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്നു. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഉടലോടുകൂടി ജീവനോടുകൂടി അല്ലാഹുവിലേക്കാണ് ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് ആർക്കും അറിയില്ല. അല്ലാഹു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കഴിവുള്ളവനാണവൻ. ഉപ്പയില്ലാതെ ഒരു കുട്ടിയെ ഉണ്ടാക്കാനുള്ള അത്ഭുതം നടത്താൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ പ്രവാചകനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. പിന്നീട് ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും ഏറ്റവും വലിയ ഫിത്നയായിട്ടുള്ള
ദജ്ജാലിനെ കൊല്ലുമെന്നും ഇവിടെ നല്ല 40ഓളം വർഷം നല്ല ഭരണം കാഴ്ചവെക്കുമെന്നുമെല്ലാം ഹദീസിലുണ്ട്. ആ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, വർണ്ണനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലയൂഷിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ ആദിലൻ, നീതിമാനായ ഭരണകർത്താവായിക്കൊണ്ട് മറിയമിന്റെ പുത്രൻ ഈസ ഈ ലോകത്തേക്ക് ഇറങ്ങി തരിക തന്നെ ചെയ്യും. ഫയക്സിറ സ്വലീബ, അവൻ കുരിശ് തച്ചുടക്കും. കുരിശിൽ മരണപ്പെട്ട് ആ കുരിശ് കഴുത്തിൽ തൂക്കി അണിഞ്ഞുകൊണ്ട് പോകുന്ന സഹോദരങ്ങൾ, നമ്മുടെ ബാപ്പ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാള്, ആ ഇഷ്ടപ്പെട്ട ഒരാളെ ഒരു ആയുധം കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ ആ ആയുധം കാണുമ്പോൾ പോലും നമ്മൾക്ക് വെറുപ്പായിരിക്കും. ആ ആയുധം ഒരു മാലയായി അണിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിച്ച് വളരെ ഭവ്യതയോടുകൂടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പോയത്തം വേറെയുണ്ടോ? എന്നാൽ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന സഹോദരങ്ങൾ, ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ ഫയക്സിറ സ്വലീബ, കുരിശ് അവിടെ തകർക്കും. വയഖ്തുലൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വയളഉൽ ജിസിയ, അവിടെ ജിസിയെല്ലാം നിർത്തലാക്കും. വയഫീലൽ മാലു, ധനം ധാരാളമായി ഒഴുകും. ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, ഒരാൾക്കും ആവശ്യമില്ലാതത്ര രൂപത്തിൽ. നമ്മൾ ഒരു റിയാലിന് ഒരു രൂപക്ക് ഇവിടെ 15 രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളെയൊക്കെ ഇവിടെ കാണുന്നതല്ലേ. എന്നാൽ ആ സമയത്ത് ഈസാ നബി വരുന്ന സമയത്ത് പണമൊന്നും ആർക്കും ആവശ്യമില്ലാത്ത അത്രയും നല്ല ഒരു ഭരണം അവിടെ കാഴ്ചവെക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വതഖഉൽ അമന, അവിടെ നിർഭയത്വം കളിയാടിക്കൊണ്ടേയിരിക്കും. ഇന്ന് മനുഷ്യന്മാർ നിർഭയത്വമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. എന്താണ്? അവന്റെ മനസ്സിൽ ഒരുപാട് മറ്റുള്ളവനോടുള്ള പകയും വിദ്വേഷവും ഒരുപാട് പ്രശ്നങ്ങളായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ വിദ്വേഷവും പകയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. വതഖഉൽ അമനത്, നിർഭയത്വം സംജാതമാകും. അലൽ അർള്, ഭൂമിയിൽ. എത്ര വരെ? ഹത്താ തർതഅൽ ഉസൂദ മഅൽ ഇബിൽ, സിംഹങ്ങളെല്ലാം മേഞ്ഞു നടക്കും. മഅൽ ഇബിലി, ഒട്ടകങ്ങളുടെ കൂടെ. ഒട്ടക കൂട്ടങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ സിംഹങ്ങളെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വന്നിമാറു മഅൽ ബഖരി, പുലികൾ, ആ പുലികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ബക്കറുകളുടെ, പശുക്കളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് പുലികളെ കണ്ടെത്താൻ സാധിക്കും. അവരൊക്കെ ചങ്ങാതിമാരായി മുന്നോട്ട് പോകുന്നതായി കാണാം. വദ്ദിആബു മഅൽ ഗനമി, ചെന്നായ്ക്കളെ കണ്ടെത്താൻ സാധിക്കും ആടുകളുടെ കൂട്ടത്തിൽ. വയൽഅബ സ്വിബിയാനു ബിൽ ഹയ്യാത്ത്, കുട്ടികളെല്ലാം പാമ്പുകളെ പിടിച്ച് കളിക്കുന്നതായി കണ്ടെത്താം. പ്ലാസ്റ്റിക്കിന്റെ പാമ്പല്ല, ഒറിജിനൽ പാമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ലാ തളുറുഹും, അവരെ ഒന്നും ചെയ്യാതെ രൂപത്തിൽ അവരുമായി, പാമ്പുകളുമായി ചെറിയ കുട്ടികൾ കളിക്കുന്ന അത്രയും നിർഭയത്വം കളിയാടുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമാകും. ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് ഖിയാമത്ത് നാളിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഇവിടെ ആരാണ് ഈസാ നബി എന്നും ആരാണ് മറിയം ബീവി എന്നും അവരുടെ ജനനം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം പ്രത്യേകമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ഏറ്റവും വലിയ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. സൂറത്ത് 66 അധ്യായമായ സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള 4 സ്ത്രീകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് സഹോദരിമാർ അത് മനസ്സിലാക്കേണ്ടതാണ്. 66 അധ്യായമായ സൂറത്തു തഹ്രീമിലെ 10, 11, 12 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് അത് അവിശ്വാസിനികൾക്ക് ഉപമയായി കൊണ്ടാണ് അവരെ പറഞ്ഞത്. ഭർത്താവാര? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദവി അലങ്കരിക്കുന്ന പ്രവാചകന്മാരുടെ കൂടെ കടന്നവർ. എന്നാൽ അല്ലാഹുവിന്റെ വെള്ളി വെളിച്ചം അവർക്ക് ലഭിച്ചിട്ടില്ല. കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, എൻ്റെ 2
നല്ല അടിമകളുടെ കൂടെയായിരുന്നു അവർ വളർന്നിട്ടുള്ളത്. ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ ചതിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ആ ഭർത്താക്കന്മാർ പ്രവാചകന്മാരാണെന്ന് വിചാരിച്ച് അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞതെന്താണ്? കുടുംബക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുടുംബമാണ്, ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ തന്നെ രക്ഷിക്കണം. മകളായ ഫാത്തിമയോട് പ്രത്യേകമായി പറഞ്ഞു, മോളെ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നീ, പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്റെ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ രക്ഷിക്കണം. നാളെ ഉപ്പയാണ് മുഹമ്മദിന്റെ മകളാണെന്നും പറഞ്ഞാലൊന്നും രക്ഷപ്പെടുകയില്ല, നിന്റെ ശരീരം നീ തന്നെ നോക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവർ പ്രവാചകന്മാരായിട്ട് പോലും ആ രണ്ട് ഭാര്യമാർക്ക് രക്ഷയുണ്ടായിട്ടില്ല. വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നിങ്ങൾ വളരെ നിന്ദ്യനായിക്കൊണ്ട് തന്നെ രണ്ടുപേരും നരകത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അവരോട് പറയപ്പെടും. തുടർന്നുകൊണ്ട് രണ്ട് മഹിളാരത്നങ്ങളെ കുറിച്ച് പറയുകയാണ്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് ഉപമയായി കൊണ്ട് പറഞ്ഞ ഒരു സ്ത്രീ ആരാണ്? ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ദഅവത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഏകൈകനാഥനായ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള മഹദി. എന്നാൽ ഭർത്താവാകട്ടെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തിലെ രക്ഷിതാവ് എന്ന് പറയുന്ന ഒരാൾ, ഞാനാണ് ലോകത്തെ രക്ഷിതാവ്, വേറെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്ന അത്രയും വലിയ നിഷ്ഠൂരനും അത്രയും വലിയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലുള്ള ഒരാളുടെ ഭാര്യ പദവി അലങ്കരിച്ചിട്ടുള്ള ആ മഹദിയാണ് മുസ്ലിമായിക്കൊണ്ട് മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ദഅവത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത്. എന്നാൽ ഫിർഔൻ തൻ്റെ ഭാര്യയെ കുറിച്ച് അവിടത്തുള്ള കിങ്കരന്മാരോട് പറയുകയാണ്, ഭാര്യയെ ഉപദേശിച്ചിട്ട് മാറുന്നില്ല, ഇനി അവളെ മരുഭൂമിയിൽ കൊണ്ടുപോകണം. ആ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവിടെ മലർത്തി കിടത്തി ഒരു വലിയ പാറക്കല്ലെടുത്തു കൊണ്ടുവന്ന് അവളെ ഭയപ്പെടുത്തണം. ആ മൂസയുടെയും ഹാറൂന്റെയും അവർ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഫിർഔന്റെ മാർഗത്തിലേക്ക് വരണം എന്നവളെ ഭയപ്പെടുത്തണം. അവൾ മാറിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക, അതിന് മാറിയില്ലെങ്കിൽ ആ പാറക്കല്ലിട്ടുകൊണ്ട് ആ സ്ത്രീയെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവുമായി ആ ബീവിയെ കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് ഇത് കാലത്ത് അവർ പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ നീ നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു മണിമാളിക, ഒരു ഭവനം നീ എനിക്ക് പണിഞ്ഞു തരണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിന്റെയും അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനത്തിൽ നിന്നും വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അതിക്രമകാരികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ മരിക്കുന്ന സമയത്ത് ആസിയ ബീവി അവർ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ ബൈത്തിനെ, ആ വീടിനെ കുറിച്ച് അവർക്ക് കാണിക്കപ്പെട്ടു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. തുടർന്നുകൊണ്ട് മറിയം ബീവിയെ കുറിച്ചും പറയുന്നു, വമറിയമ ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ, തൻ്റെ ഗുഹിയാവെ അവൻ സൂക്ഷിച്ചിട്ടുള്ള മറിയമിനെ കുറിച്ചും ഇവിടെ പരാമർശിക്കുകയാണ്. മറിയം ഒരു ജാരസന്തതിയെ പ്രസവിച്ചു എന്ന അപവാദം പറയുന്നവർക്ക് മറുപടിയായിക്കൊണ്ടാണ് പറയുന്നത്, അഹ്സനത് ഫർജഹ, അല്ലാഹുവാണ് അവളെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ കാര്യവും പറയുന്ന അല്ലാഹുവാണ് പറഞ്ഞത്. അവരുടെ ഗുഹ്യാവം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, എൻ്റെ ആത്മാവിനെ അവളിലേക്ക് ഊതുകയാണ്. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അവൾ അവരുടെ രക്ഷിതാവിൻ്റെ കലിമത്തും അതുപോലെ തന്നെ കുത്തുബിലും വേദഗ്രന്ഥത്തിലും അവൾ വിശ്വസിച്ചിട്ടുണ്ട്. വകാനത് മിനൽ ഖാനിതീൻ, അവള് മറിയം ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി ഉപമയായി കൊണ്ട് പഠിക്കാൻ വേണ്ടി ഈ രണ്ട് മഹിളാരത്നങ്ങളെ മുന്നോട്ട് വെക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് ആരാണ് ഈസാ നബി എന്നും ആ ഈസാ നബിയുടെ അവസാന ഇറങ്ങിവരലും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇതറിയാത്ത വികല വിശ്വാസം വെച്ച് പുലർത്തുന്ന
നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. ഈ ഖുർആനിൽ അങ്ങനെയുണ്ടോ? ഖുർആനിൽ അത് മുഹമ്മദ് ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾ, എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെയോ ഭാര്യമാരുടെയോ പേരല്ല അവിടെയുള്ളത്. നേരെ മറിച്ച് മറിയം ബീവിയുടെ മറിയം എന്നുള്ള ഒരു അധ്യായം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.